കളം പിടിക്കാൻ മുന്നണികൾ. കേരളം തദ്ദേശ പോരിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങുന്നു. തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് ചൂട് അധികമാണ്. ഇത്തവണ ഭരണം നേടുന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് പ്രധാന പ്രതിപക്ഷമായ BJP രംഗത്തിറങ്ങുന്നത്. കാണാം അമൽപ്രീത പ്രദീപ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ. കേരളത്തിൽ കേളികൊട്ടുയരുന്നു. വീണ്ടും ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ്. മുന്നിലോടാനാണ് മുന്നണികളുടെ ശ്രമം. കളം പിടിക്കാൻ കരയാകെ സജീവം. താഴെത്തട്ടിലെ തെരഞ്ഞെടുപ്പാണ്. ചർച്ചയിൽ വരിക സംസ്ഥാന ഭരണം മാത്രമല്ല, നാട്ടിലെ പ്രശ്നങ്ങൾക്കും വിലയേറും. നാമമാത്രമായി കണ്ടതെല്ലാം നാളേക്ക് വിധികർത്താവാകും. സീറ്റ് ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയവും കൊഴുക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ മുന്നേ UDF ആണ്. പക്ഷേ ആരാദ്യം ഞാനാദ്യം എന്നത് ഇവിടെ വില പോവില്ല. ചുവട് വെച്ച് നിലയുറപ്പിക്കുന്നത് ആര് എന്നതാണ് ചോദ്യം. തലയുയർത്തി തലസ്ഥാനത്തേക്ക് തന്നെയാണ് NDAയുടെ പ്രധാന നോട്ടം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101-ൽ 35 സീറ്റുകളാണ് BJP നേടിയത്. 2 തവണയായി കോൺഗ്രസിനെ പിന്തള്ളി കോർപ്പറേഷനിലെ പ്രധാന പ്രതിപക്ഷം. 2010-ൽ നേടിയ 6 സീറ്റുകളിൽ നിന്നാണ് 35-ലേക്കുള്ള BJPയുടെ വിജയക്കുതിപ്പ്. നിലവിലുള്ളവ നിലനിർത്തുന്നതിനൊപ്പം 15 എന്ന സംഖ്യ മറികടന്നാൽ മതി BJPക്ക് വിജയം നുണയാൻ. കോൺഗ്രസ് ഒരു വെല്ലുവിളി പോലുമല്ലെന്നാണ് BJP പക്ഷം. സീറ്റ് വിഭജനത്തിൽ ഘടകകക്ഷികളുമായി ധാരണയിലെത്താൻ കഴിയാതെ കുഴയുന്ന കോൺഗ്രസ്, ഇടഞ്ഞു നിൽക്കുന്ന ജോസഫ് ജേക്കബ് വിഭാഗങ്ങൾ, LDFിലാകട്ടെ സീറ്റ് ചർച്ചകൾ ഒരിടത്തും എത്താത്ത അവസ്ഥ. ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ നേരത്തെ എഴുതി വാങ്ങിയിരുന്നെങ്കിലും LDFിന്റെ ചർച്ചകൾ വഴിയിൽ തന്നെ. BJPയുടെ തീരുമാനം വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. തലസ്ഥാനത്ത് 4 മുനിസിപ്പാലിറ്റികൾ: നെയ്യാറ്റിൻകരയും നെടുമങ്ങാടും ആറ്റിങ്ങലും വർക്കലയും. 4ലും നിലവിൽ LDF ഭരണം. നഗരസഭ പിടിക്കാൻ പോരാട്ടം കടുക്കുമെന്നുറപ്പ്. പ്രധാന നേതാക്കളടക്കം തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കെത്തും. BJPയുടെ മുതിർന്ന നേതാക്കൾ പദയാത്ര നടത്തുന്നു. വെറും പ്രകടനമല്ല, പ്രകടമാകുന്നത് പൊതുജന വികാരമാണ്. തിരഞ്ഞെടുക്കേണ്ടത് ആരെയെന്ന് ജനം തീരുമാനിക്കും. പറഞ്ഞ വാക്ക് പാലിക്കുന്നവർക്കാണ് വില. പറഞ്ഞാൽ തീരാത്ത പരാതികളുണ്ട് പൊതുജനത്തിന്. പറഞ്ഞു വഞ്ചിച്ചവർക്ക് മറുപടി നൽകാൻ ഒരവസരം. വോട്ട് കുത്തുമ്പോൾ നേട്ടമാർക്ക് കോട്ടമാർക്ക്. അത് കാത്തിരുന്ന് തന്നെ കാണണം.